ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് +2 സുവോളജി. നമുക്കറിയാം എക്സാമൊക്കെ അടുക്കാൻ പോവുകയാണ്. മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫസ്റ്റിന്. ദെൻ 17th ആദ്യത്തെ എക്സാമും ബയോളജി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഓൾറെഡി ചെയ്തതാണ്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക, നിങ്ങളത് എത്തരത്തിൽ വേണം ആൻസർ ചെയ്യേണ്ടത്, എത്ര മാർക്കിന് എഴുതാം, ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കുട്ടികളൊക്കെ അത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടാൻ അത് സഹായിക്കും. അത് ഫോക്കസ് ഏരിയയുടെ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികൾ അതും ഒന്ന് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. കൂടാതെ നിങ്ങളുടെ +2 ശേഷം പഠിക്കാൻ പറ്റിയ കോഴ്സുകളെയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് പലതിലേക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മാസങ്ങളിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെ ആയിട്ട് കുറേ കോഴ്സുകളിലേക്കൊക്കെ ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെയും ഞാൻ ഈ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും അപേക്ഷിക്കേണ്ടവ അപേക്ഷിക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിലെ ഓരോ ഫോക്കസ് ഏരിയയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. സോ +2 സുവോളജി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഫോക്കസ് ഏരിയയിലെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടും മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും കൂടി ഉൾപ്പെട്ടിരിക്കും കേട്ടോ. നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന ടെക്സ്റ്റിലെ സൈഡ് ഹെഡിങ്ങിൽ വരുന്ന അവിടെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ അതിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആംനിയോസെൻറ്റസിസ് ഒക്കെയാണ്. ആ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം അവിടെ വേണ്ടത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ്, അതാണ് ടെക്സ്റ്റിലെ സൈഡ് ഹെഡിങ്. അതാണ് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയയിൽ. അതിൽ തന്നെ ആംനിയോസെൻറ്റസിസ് ആണ് നമ്മളോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആംനിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് നൗ. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ് ആൻഡ് വൈ ഇറ്റ് ഈസ് ബാൻഡ്? അപ്പോൾ ആംനിയോസെൻറ്റസിസ് എന്താണെന്നും അത് ബാൻ ചെയ്തിട്ടുണ്ട്. എന്തിന് യൂസ് ചെയ്യുന്നത്? ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ, ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം, അതായത് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നതാണ് നിരോധിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്നും എന്താണ് ഈ ടെസ്റ്റ് എന്നും അതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒരു സിറിഞ്ച് കൊണ്ട് വലിച്ചെടുത്ത് അതിനെ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഫീറ്റൽ സെല്ലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? യെസ്, ഇതൊരു പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ്. അതായത് ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നറിയുക എന്നുള്ളതാണ് ഈ ടെസ്റ്റിൻ്റെ ശരിയായ ഉദ്ദേശം. അപ്പോൾ അതാണ് എന്താണ് ആംനിയോസെൻറ്റസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ ഞാനത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കാം. ഇറ്റ് ഈസ് എ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ഫോർ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ജെനറ്റിക് ഡിസോർഡേഴ്സ് ഓഫ് ദി ഫീറ്റസ്.
based on the chromosomal pattern in the amniotic fluid surrounding the embryo. എംബ്രിയോയെ ചുറ്റി കാണുന്ന ആംനിയോട്ടിക് ഫ്ലൂയിഡിലെ അപ്പോൾ അതിൽ ഫീറ്റൽ സെല്ലുകൾ ഉണ്ടായിരിക്കും. അതിലെ ക്രോമസോം പാറ്റേണുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് ആംനിയോസെന്റസിസ്. അപ്പോൾ ഇത് എന്തിനാണ് ബാൻ ചെയ്തത്? യെസ്, ഈ ടെസ്റ്റിനെ ആളുകളെ എങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി? ഈ എംബ്രിയോയുടെ സെക്സ്, ഫീറ്റൽസിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനും അത് പെൺകുട്ടിയാണെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനും വേണ്ടിയിട്ട് ഇതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. സോ ടു ഫൈൻഡ് ഔട്ട് ദി സെക്സ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് വിച്ച് ഈസ് ഫോളോഡ് ബൈ ഫീമെയിൽ ഫീറ്റിസൈഡ്, അല്ലെങ്കിൽ വിച്ച് ഈസ് ഫോളോഡ് ബൈ MTP എന്ന് എഴുതിയാലും ശരിയാണ് അല്ലേ. ഫീമെയിൽ ആണ് ഫീറ്റസ് എന്നറിഞ്ഞാൽ അതിനെ MTP ചെയ്യുക, അതായത് അതിനെ അബോർട്ട് ചെയ്ത് കളയുക. അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് ഈ ടെസ്റ്റിനെ ബാൻ ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ആംനിയോസെന്റസിസ് എന്നുള്ളത് കേട്ടോ. വാട്ട് ഈസ് ഓർ ആർ ദ യൂസസ് ഓഫ് ആംനിയോസെന്റസിസ്? ഒന്ന്, സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. രണ്ട്, എന്താണ്, ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഏത് ഫ്ലൂയിഡാണ്, വിച്ച് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് ഫ്രം ദ മെറ്റേണൽ ബോഡി ഡ്യൂറിങ് പ്രഗ്നൻസി? ഏത് ഫ്ലൂയിഡാണ്? ആംനിയോട്ടിക് ഫ്ലൂയിഡാണ് കളക്ട് ചെയ്യുന്നത്. ടെസ്റ്റിന്റെ പേരാണ് ആംനിയോസെന്റസിസ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ടെസ്റ്റിന്റെ പേരാണ്. അപ്പൊ എന്താണ് പറയുന്നത്? ആംനിയോസെന്റസിസ് ഇസ് ദ പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ആ രണ്ട് ടേമുകൾ എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. അതാണ് MMRഉം IMRഉം. MMR എന്ന് പറഞ്ഞാൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും IMR എന്ന് പറഞ്ഞാൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും. ഇത് പ്രത്യേകം നമ്മുടെ ആ ഒരു ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്നത്. അടുത്ത ഒരു ഭാഗമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ. അപ്പോൾ അതിലാണ് നമ്മൾ ഈ പറഞ്ഞ IMR, MMR, ദെൻ ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, നാച്ചുറൽ ബാരിയർ, IUD, ഓറൽ ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡിൽ. അതിൽ ആദ്യത്തെ ഭാഗം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ആ ഒരു ഭാഗം ശരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങളോട് ഇപ്പോൾ ഫോക്കസ് ഏരിയ എന്നല്ലാതെ തന്നെ ജനസംഖ്യാ വിസ്ഫോടനമാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ, നമുക്കതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നൊക്കെ ചോദിച്ചാൽ ജനറലായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ റീസൺ ആയിട്ട് വരുന്നതാണ് ഈ പണ്ടത്തെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ ഡെലിവറിയോടനുബന്ധിച്ചിട്ടുള്ള മാതൃമരണ നിരക്ക്, ശിശു മരണനിരക്ക് ഇതൊക്കെ വളരെ അധികം കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരുപാട് പുരോഗതി ഉണ്ടായി, എല്ലാവർക്കും നല്ല രീതിയിലുള്ള അത്ര ഫെസിലിറ്റീസ് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പ്രശ്നങ്ങൾ കുറവാണ്. അപ്പോൾ അതും ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഒരു കാരണമാണ് അല്ലേ. അപ്പോൾ IMRഉം MMRഉം എന്താണെന്നുള്ളത് പഠിക്കുക. ദെൻ ബർത്ത് കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ എന്താണ് ഒരു അവയർനെസ്, ആളുകളിൽ അവയർനെസ് ഉണ്ടാക്കുക. എന്തിനെ കുറിച്ചിട്ട്? ജനസംഖ്യ ഈ രീതിയിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സോ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ കുറേ ആളുകൾക്ക് ഈ ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, അതായത് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കില്ല. എങ്ങനെ ഗർഭധാരണം തടയാം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക. അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോത്സാഹനം, അതായത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഇന്ന ഗുണങ്ങളുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഫോക്കസ് ഏരിയയിൽ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെ പറയുന്ന പേരാണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്, ഗർഭനിരോധന മാർഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് നാച്ചുറൽ മെത്തേഡും ബാരിയർ മെത്തേഡും IUDകളും ഓറൽ കോൺട്രസെപ്റ്റീവ്സും സർജിക്കൽ മെത്തേഡ്സുമാണ്. ഈ 5 മെത്തേഡ്സാണ് നമുക്ക് പറയുന്നത്. മെയിനായിട്ട് ഇതിൽ ഇവർ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങൾ ഇംപ്ലാന്റ്സുകളും
ഇംപ്ലാന്റ്സുകളും അതുപോലെ ഇൻജെക്റ്റബിൾസ് എന്നുള്ള ഏരിയയാണ് ഇതിൽ മെൻഷൻ ചെയ്യാതെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ഭാഗം പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ കുട്ടികളോട് പറയാനുള്ളത്, പല രീതിയിൽ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു മെത്തേഡിനെ കുറിച്ച് ചോദിച്ചോളന്നില്ല. അങ്ങനെ ചോദിക്കാം, അതിൻ്റെ എന്താണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാം, സൈഡ് എഫക്ട്സ് ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. അതല്ലാതെ തന്നെ ഓരോ മെത്തേഡിലും ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഓഡ് വൺ ഔട്ടായിട്ടും കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് നോക്കാം. അപ്പം അതിൽ എല്ലാ ടൈപ്സും എനിക്ക് ഇങ്ങനെ വരാം അത്ര ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എങ്കിലും ഒരു മോഡൽ കിട്ടുന്ന രീതിയിൽ എല്ലാ ടൈപ്സും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിഫറെൻറ്റ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഗിവൺ ബിലോ, പിക്ക് ഔട്ട് ദി ഓഡ് വൺ. കണ്ടോ, ഇവിടെ കോൺസെപ്റ്റീവ് മെത്തേഡ്സ് കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് ഓഡ് വൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോപ്പർട്ടി, സഹേലി, മൾട്ടിലോഡ് 375, ലിപ്സ് ലൂപ്പ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഡ് വണ്ണിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തറിയണം? കോപ്പർട്ടി ഈസ് എൻ IUD ആണെന്ന് നമുക്കറിയാം. മൾട്ടിലോഡ് 375 അതും IUD ആണ്. IUD എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്, യൂട്രസിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗർഭനിരോധന മാർഗമാണ് IUD. ലിപ്സ് ലൂപ്പും അതെ ഒരു IUD ആണ്. അപ്പൊ ഇത് മൂന്നും IUD-കളാണ്. അപ്പൊ പിന്നെ ഇതോ, സഹേലി ഈസ് എൻ ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താക്കാം, ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡിൽ പിൽസിൽ വരുന്നതാണ് സഹേലി. ഓക്കെ, അപ്പോൾ ഓഡ് വൺ ഏതാണ്? സഹേലിയാണ്. ഗീവ് റീസൺ ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കാരണം കൂടി എഴുതണം കേട്ടോ. സെക്കൻഡ് വൺ, ഡാഷ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി. ടെർമിനൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇനി ഒരു പ്രഗ്നൻസി വേണ്ട എന്നുള്ള ആളുകൾ ചെയ്യുന്നതാണ്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കോൺസെപ്റ്റീവ് മെത്തേഡ്സും റിവേഴ്സിബിൾ ആണെങ്കിൽ ഇതിന്റെ ആ റിവേഴ്സബിലിറ്റി എന്നുള്ളത് വളരെ 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 പുവർ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിൽ ഏത് മെത്തേഡ്സ് ആണ് നോക്കാം നമുക്ക്. വോൾട്ട്, ഇംപ്ലാന്റ്, IUD. സോ നമുക്കിതിൽ ഏതാണ് വരിക? സർജിക്കൽ മെത്തേഡ് ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെയിൽസിലും ഫിമെയിൽസിലും ടെർമിനൽ മെത്തേഡ് ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസി എന്ന് ചോദിച്ചാൽ ഉത്തരം സർജിക്കൽ മെത്തേഡ് ആണ്. Third one, which of the following method is ideal contraceptive for the female who want to delay pregnancy and or space children? പ്രഗ്നൻസി ഒരു വർഷം കഴിഞ്ഞ് മതി, 2 വർഷം കഴിഞ്ഞ് മതി, അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട്, ഒരു 3 വർഷത്തെ ഗ്യാപ്പ് എങ്കിലും 2 കുട്ടികൾ തമ്മിൽ വേണം. അതാണ് സ്പേസ് ചിൽഡ്രൻ എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ്. ഒരു കുട്ടിക്ക് 1 വയസ്സാവുന്നുണ്ടെങ്കിൽ അടുത്ത കുട്ടി മൂത്ത കുട്ടിക്ക് 4 വയസ്സായിട്ട് മതി രണ്ടാമത്തെ കുട്ടി. ആ ഒരു സ്പേസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഏറ്റവും ഐഡിയൽ ആയ കോൺട്രസെപ്റ്റീവ് ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് IUD-കളാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ദാറ്റ് ഈസ് ഐഡിയൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽ who want to delay pregnancy and or space children. That is IUD ആണ് അതിൻ്റെ ഉത്തരം. Find the odd one and write the reason for selection. ഓഡ് വൺ ഏതാന്ന് എഴുതിയാൽ പോരാ, അതിന്റെ കാരണം കൂടി ചോദിക്കുന്നുണ്ട്. ലാക്ടേഷണൽ അമനോറിയ, കോയിറ്റസ് ഇന്ററപ്റ്റസ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, ട്യൂബക്ടമി. ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാരണം ഇതാണ്. ഇങ്ങനെയൊക്കെ തന്നിട്ട് ഓഡ് വണ്ണിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് കൂടുതൽ പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ഇതിലേതായിരിക്കും ഓഡ് വൺ? ആദ്യം പറഞ്ഞ 3 എണ്ണവും നാച്ചുറൽ മെത്തേഡ്സിൽ വരുന്നതാണ്. നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ് ആദ്യത്തെ 3 എണ്ണവും. എന്നാൽ 4ാമത് പറഞ്ഞ ട്യൂബക്ടമി എന്ന് പറയുന്നത് സർജിക്കൽ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് പഠിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിന്നെ ബോർഡൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു ഹെഡിങ് എഴുതുക അല്ലെ, കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എഴുതുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. നാച്ചുറൽ, നാച്ചുറൽ നമ്മളിങ്ങനെ ആരോകൾ വെച്ച് ഡിവൈഡ് ചെയ്യില്ല, അല്ലാണ്ട് രീതിയിലല്ല, ഒരു ടേബിൾ ആക്കി ഡിവൈഡ് ചെയ്യുക. നാച്ചുറൽ മെത്തേഡ്, ദെൻ ബാരിയർ മെത്തേഡ്, ദെൻ IUDs, ഓറല്, സർജിക്കൽ. എന്നിട്ട് നാച്ചുറൽ മെത്തേഡിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഏതൊക്കെയായിരുന്നു? ലാക്ടേഷണൽ അമനോറിയ, കോയിറ്റസ് ഇന്ററപ്റ്റസ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ് കൊണ്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കാണിക്കുക. അതേപോലെ ബാരിയർ മെത്തേഡിനെ വീണ്ടും കോണ്ടംസ്, ഡയഫ്രം, വോൾട്ട്, സെർവിക്കൽ ക്യാപ്പ്. ആ രീതിയിൽ ഓരോന്നിനെയും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത IUD ഡിവൈഡ് ചെയ്യുമ്പോഴോ നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ് ആൻഡ് ഹോർമോൺ റിലീസിങ്.
അതിൻ്റെ അടിയിൽ നിങ്ങൾ എന്തുകൂടെ ചെയ്യുക, ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് കൂടി എഴുതുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ക്ലാസ്സിൽ ഇപ്പോൾ ചെയ്തു IUD-കളെ നോൺ മെഡിക്കേറ്റഡ്, അത് ഉദാഹരണം ഏതാണ്, ലിപ്സ് ലൂപ്പാണ്. അപ്പോൾ അത് അവിടെ എഴുതി വെക്കുക. ദെൻ ഹോർമോൺ റിലീസിങ്, അതിൽ വരുന്നത് ഏതൊക്കെയാണ്, LNG-20 പ്രൊജസ്റ്റാസെറ്റ്, അപ്പോൾ അത് രണ്ടും അത് അവിടെ എഴുതി. ദെൻ കോപ്പർ റിലീസിംഗ് ആണ് മൂന്നാമത്തെ കാറ്റഗറി. അതിൽ ഏതൊക്കെ എഴുതാം, കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375, അങ്ങനെ അതിൻ്റെ അടിയിൽ എക്സാമ്പിളും കൂടി എഴുതി വയ്ക്കുക. ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അതെല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ട്യൂബക്ടമി ആണ്. കാരണം നമ്മൾ എന്താ എഴുതുക, ഓൾ അതേഴ്സ്, 3 മെത്തേഡ്സ് എന്താണ്, നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. The fifth question is, find out the odd one from the following, write the reason. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ കോപ്പർ T, കോപ്പർ 7, LNG-20, മൾട്ടിലോഡ് 375. ഇതിൽ കോപ്പർ T, കോപ്പർ 7 ആൻഡ് മൾട്ടിലോഡ് 375 ഇത് മൂന്നും കോപ്പർ റിലീസിങ് IUD-യുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. വേറാസ് ദിസ് LNG-20 ഈസ് എ ഹോർമോൺ റിലീസിങ് ആണ്. അപ്പോൾ ആദ്യത്തെ ഈ കോപ്പർ T, കോപ്പർ 7 മൾട്ടിലോഡും കോപ്പറാണ്, കോപ്പർ അയൺസ് റിലീസ് ചെയ്യുന്നതാണ്. ഇത് ഹോർമോൺ ആണ്. സോ ഓഡ് വൺ ഈസ് LNG-20. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. ഇനി ഡാഷ് ആൻഡ് ഡാഷ് ആർ 2 സർജിക്കൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്പെക്റ്റീവ്ലി. ഏതാണ്, മെയിൽ ആകുമ്പോൾ വാസക്ടമി ആണ്, ഫീമെയിൽ ആകുമ്പോൾ ട്യൂബക്ടമി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. ആ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഏതാണ് എന്നുള്ളതാണ്. അവോയ്ഡ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേം മീറ്റിംഗ്, ഓവവും സ്പേമും മീറ്റ് ചെയ്യുന്ന ചാൻസുകളെ ഒഴിവാക്കുക. അതാണ് നമ്മുടെ നാച്ചുറൽ മെത്തേഡ്സിൽ വരുന്നത്. ഓവം ആൻഡ് സ്പേം ആർ പ്രിവെൻറ്റഡ് ഫ്രം ഫിസിക്കലി മീറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബാരിയർ. ഒരു ബാരിയർ ഉപയോഗിച്ചുകൊണ്ട് ആ ഫിസിക്കൽ മീറ്റിംഗ് ഒഴിവാക്കുന്നതാണ് ബാരിയർ മെത്തേഡ്സ്. ഇപ്പോൾ കോണ്ടം, സെർവിക്കൽ ക്യാപ്പ്, വോൾട്ടൊക്കെ പറഞ്ഞു, അതാണ് ബാരിയർ മെത്തേഡ്സ്. തേർഡ് വൺ, name the device that are inserted by a doctor or expert nurse in the uterus through vagina to prevent pregnancy. That is IUD, intrauterine devices, uterusine അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, then a wide range of contraceptive methods are presently available. If so, which contraceptive method is generally advised for females as a termination method to prevent any more pregnancy? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ടെർമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് സർജിക്കൽ മെത്തേഡ്സ് ആണ് വരിക. ആ സർജിക്കൽ മെത്തേഡ്സ് ഫീമെയിൽസിലാണെങ്കിൽ കട്ടിങ് ആൻഡ് ടൈയിങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബാണ്, ഇറ്റ് ഈസ് നോൺ ആസ് ട്യൂബക്ടമി. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മെയിൽ ഇറ്റ് ഈസ് നോൺ ആസ് വാസക്ടമി. ദാറ്റ് ഈസ് അവിടെ വാസ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്തിട്ട് ടൈ ചെയ്യുന്നത്. സോ ഫീമെയിൽസിൽ ട്യൂബക്ടമി ആൻഡ് മെയിൽസിൽ വാസക്ടമി. ഇവിടെ ചോദ്യം ഇപ്പോൾ ട്യൂബക്ടമി ആണ്. ദെൻ ഹൗ കോപ്പർ റിലീസിങ് IUDs പ്രിവെൻറ്റ് കോൺസെപ്ഷൻ. ഈ IUDs നമ്മളിപ്പോൾ ജനറലി IUD എന്ന് പറഞ്ഞിട്ട് അതിന് 3 കാറ്റഗറി പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഓരോ കാറ്റഗറിയും ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്, കോപ്പർ റിലീസിങ് IUDകൾ എങ്ങനെയാണ് കൺസെപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ IUDs ജനറലി നമ്മൾ പറയുമ്പോൾ അവർ ചെയ്യുന്നത് ഫാഗോസൈറ്റോസിസ് വഴി സ്പേമുകളെ നശിപ്പിക്കുന്നു. ഓക്കെ, അതിൽ കോപ്പർ റിലീസിങ് ആണെങ്കിൽ അതിൽ നിന്ന് കോപ്പർ അയോൺസുകൾ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കോപ്പർ അയോൺസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ഈ സ്പേമുകളെ, ദിസ് കോപ്പർ അയൺസ് റിലീസ്ഡ് സപ്രസസ് സ്പേം മോട്ടിലിറ്റി, സ്പേമിൻ്റെ മോട്ടിലിറ്റി മൂവ് ചെയ്യാനുള്ള കഴിവിനെ സപ്രസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയെ സപ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ 2 രീതിയിലാണ് കോപ്പർ IUDs അവിടെ വർക്ക് ചെയ്യുന്നത്. ജനറലി IUDകൾ ഫാഗോസൈറ്റോസിസ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ എന്താണ്, ദ കോപ്പർ അയേൺസ് റിലീസ്ഡ് സപ്രസസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. അങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് പ്രിവെന്റ് കോൺസെപ്ഷൻ. ഇതെപ്പോഴും ചോദിക്കുന്നതാണ് ഇങ്ങനെ ഈ മെത്തേഡ്സുകൾ. ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഒന്നുകിൽ ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻസ് ഒക്കെയാണ് അതിലുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് അവർ പറയുന്ന പേരാണ് പിൽസുകൾ. അത് ടാബ്ലറ്റ്സ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിൽസ് എന്നുള്ള പേര് പറയുന്നത്. സോ അവർ ചെയ്യുന്നത് ദേ ഇൻഹിബിറ്റ് ഓവുലേഷൻ, അതുപോലെ തന്നെ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഓവുലേഷനെയും ഇംപ്ലാന്റേഷനെയും തടയുന്നു. അതേ രീതിയിൽ തന്നെ സെർവിക്കൽ മ്യൂക്കസിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഈ സ്പേം എൻട്രിയെ തടയുന്നു. ആൻഡ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഇൻഹിബിറ്റ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ ആസ് വെൽ ആസ് ഓൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെന്റ് ഓർ റിട്ടാർഡ് എൻട്രി ഓഫ് സ്പേം. സെർവിക്സിലൂടെ കടന്നിട്ടാണല്ലോ ഈ സ്പേമുകൾ അകത്തേക്ക് വരിക. അപ്പോൾ അവിടെയുള്ള സെർവിക്കൽ മ്യൂക്കസിൽ ചേഞ്ചസ് വരുത്തിയിട്ട് സ്പേം എൻട്രിയെ തടയുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓവുലേഷനെയും ഇംപ്ലാന്റേഷനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സുകൾ വർക്ക് ചെയ്യുക. ഈ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ പ്രൊജസ്ട്രോജൻസ് ആണ്, അല്ലെങ്കിൽ പ്രൊജസ്ട്രോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഫീമെയിൽസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. Then write one disadvantage and advantage of natural method of contraception. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വേറെ ഒരു തരത്തിലുള്ള ഡിവൈസോ എക്സ്റ്റേണൽ ഏജൻസോ യാതൊന്നും ഉപയോഗിക്കാതെയുള്ള ഒരു മെത്തേഡാണ് നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. നമ്മൾ പറഞ്ഞ ലാക്ടേഷൻ, അമനോറിയ, കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, ദെൻ പീരിയോഡിക് അബ്സ്റ്റിനൻസ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ചാൻസസ് ഓഫ് ഫെയിലുവർ വളരെ കൂടുതലാണ്. ഒരു കാൽക്കുലേഷനിലാണ് അത് പോകുന്നത്. ഇന്ന ഡേറ്റിൽ ഓവുലേഷൻ നടക്കാം, സോ ഇന്ന ദിവസം വരെയാണ് ഫെർട്ടിലൈസേഷനുള്ള സാധ്യത കൂടുതൽ. സോ അതാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഇപ്പോൾ 28 ഡേയ്സ് ആണ് എന്നുള്ള ഒരു കണക്ക് കൂട്ടലാണ് ഇത് പോകുന്നത്. 14th ഡേ ആണ് ഓവുലേഷൻ, അപ്പോൾ ഒരു 17th ഡേ വരെ പീക്ക് പീരീഡ് ആണ്. പക്ഷേ ഓരോ സ്ത്രീകൾക്കും അതിപ്പോൾ ചില മാസങ്ങളിൽ 28 പകരം 30 ആവാം, 35 ആവാം, 40 ആവാം, ചിലപ്പോൾ കുറച്ച് നേരത്തെ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് എപ്പോൾ ഓവുലേഷൻ നടക്കുന്നോ, കൃത്യമായിട്ട് ഇത് തന്നെയാണ് ഫെർട്ടൈൽ പീരീഡ് എന്നോ എല്ലാ മാസവും നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ പ്രശ്നം. അതുപോലെ ലാക്ടേഷനിൽ അമനോറിയ 6 months ഇൻറ്റൻസ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, അപ്പോൾ പ്രഗ്നൻസി ഉണ്ടാവില്ല. ഇതൊന്നും നമുക്ക് 100% ഗ്യാരണ്ടി തരുന്ന ഒരു മെത്തേഡല്ല. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ മെത്തേഡിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ചാൻസസ് ഓഫ് ഫെയിലുവർ അവിടെ കൂടുതലാണ്. മെറിറ്റ് എന്ന് പറയുന്നത് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയഗ്രാം ഷോ ബിലോ ഇറ്റ്സ് എ സർജിക്കൽ മെത്തേഡ് യൂസ്ഡ് ഫോർ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. ഇതിനെ നമ്മൾ ഫീമെയിൽ ഒരു സ്റ്റെറിലൈസേഷൻ എന്ന് കൂടെ പറയും കേട്ടോ അതിന്. അപ്പോൾ ഇത് ഏതാണ്? ഈ മെത്തേഡ് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ്റെ ടെക്നിക്കാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നാണ്? ട്യൂബക്ടമി ആണ്. മെയിലിലെ ഇത്തരം മെത്തേഡിൻ്റെ പേരെന്താണ് എന്നാണ് അടുത്ത ചോദ്യം. വാസക്ടമി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. വൈ സർജിക്കൽ മെത്തേഡ് ഇസ് നോട്ട് എ ഗുഡ് ഓർ ഐഡിയൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് എന്തത് നല്ല മെത്തേഡല്ലേ തോന്നാം. അപ്പോൾ നമ്മളൊരു കാര്യം, ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഐഡിയൽ ആവണമെങ്കിൽ, ഗുഡ് ആവണമെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റിവേഴ്സബിലിറ്റി. അതായത് ഒരു വർഷത്തേക്ക് പ്രഗ്നൻസി വേണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നെക്സ്റ്റ് ഇയറിൽ അതിനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് അതിൻ്റെ നമുക്ക് റിവേഴ്സബിൾ ആയിരിക്കണം. നമുക്കതിന് തിരിച്ചൊരു പ്രഗ്നൻസി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് സാധിക്കണം. പക്ഷെ ഇൻ ദി കേസ് ഓഫ് സർജിക്കൽ മെത്തേഡ് ഇതൊരു ടെർമിനേഷൻ മെത്തേഡാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ റിവേഴ്സബിലിറ്റി, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. പുവർ റിവേഴ്സബിലിറ്റി എന്നുള്ളതാണ് ഈ ഒരു സർജിക്കൽ മെത്തേഡിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ വാസക്ടമി ആൻഡ് ട്യൂബക്ടമി. രണ്ടെണ്ണം ചോദിച്ചത്. വാസക്ടമി മെയിൽ ചെയ്യുന്നു, മെയിലിലെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്കാണ്. ഇത് ഫീമെയിലിലെ സ്റ്റെറിലൈസേഷൻ ടെക്നിക്കാണ്. വാസക്ടമിയിൽ വാസ് ഡിഫറൻസ് ആണ് ടൈഡ് ആൻഡ് കട്ട് ചെയ്യുന്നത്. ട്യൂബക്ടമിയിൽ ഫലോപ്പിയൻ ട്യൂബാണ്. അത് നിങ്ങൾക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. ഡിഫറെൻറ്റ് കോൺസെപ്റ്റീവ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ.
സമ്മറൈസ് നാച്ചുറൽ മെത്തേഡ്സ് ആൻഡ് ബാരിയർ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ. അപ്പോൾ നാച്ചുറൽ മെത്തേഡിൽ ഏതൊക്കെ വരുന്നു, ബാരിയർ മെത്തേഡിൽ ഏതൊക്കെ വരുന്നു, രണ്ടിൻ്റെയും മെറിറ്റ്സ് എന്താണ്, ഡീമെറിറ്റ്സ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര മാർക്കിനാണ് ചോദ്യം എന്നാണ്. 3 മാർക്കിനാണെങ്കിൽ കുറച്ചുകൂടി നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, 2 മാർക്കിനാണെങ്കിൽ ആ രീതിയിൽ എഴുതുക. മാർക്കിനെ അടിസ്ഥാനമാക്കി ആൻസർ ചെയ്യുക. Nowadays, the use of condoms has increased. Write any 2 advantage of using condom. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സെൻറ്റൻസ് പറയുന്നുണ്ട്, ഇപ്പോൾ കോണ്ടംസിൻ്റെ യൂസേജ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു, ദ യൂസ് ഓഫ് കോണ്ടം ആസ് എ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്, ഒരു ബാരിയർ മെത്തേഡിന് ഉദാഹരണമായിട്ടാണ് കോണ്ടംസ് പറഞ്ഞത്. എന്നാൽ ആ ഒരു ഗുണം അല്ലാതെ തന്നെ ഇതിന് വേറെ കുറച്ച് ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇറ്റ് ഈസ് നമ്മളിനി പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ലൈംഗിക ബന്ധങ്ങളിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാൻ ആർക്ക് കഴിയുന്നുണ്ട്, കോണ്ടംസിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കോണ്ടത്തിൻ്റെ യൂസേജ് ഇപ്പോൾ വർദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഇതാ, ഒന്ന് ആസ് എ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്, 2 ഇത് എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്, STD, ഇപ്പോൾ എയ്ഡ്സ് അല്ലെങ്കിൽ മറ്റുള്ള STD അതിനെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, 16th ക്വസ്റ്റ്യൻ ആണ് ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ആക്ട്. ഇതെന്താണ് തിരിച്ചറിഞ്ഞിട്ട് ഇതിനെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. സോ ഇത് കോപ്പർട്ടിയുടെ ഒരു ചിത്രമാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. കോപ്പർട്ടി എങ്ങനെയാണ്, ഇറ്റ് ഇസ് എ കോപ്പർ റിലീസിങ് IUD ആണ്. ഈ കോപ്പർ അയൺസുകൾ ഇറ്റ് സപ്രസസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേം. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്ലാസിഫൈ ദ ഫോളോവിങ് മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ അണ്ടർ 2 ഹെഡിങ്സ്: സെർവിക്കൽ ക്യാപ്പ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, ഡയഫ്രം, കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, ലാക്ടേഷൻ അമനോറിയ, വോൾട്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്, ഇങ്ങനെ 2 കാറ്റഗറി ആക്കാനും അതിന് ഹെഡിങ്സ് കൊടുക്കാനുമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെന്ന്. അപ്പോൾ ഇതിൽ സെർവിക്കൽ ക്യാപ്പ്, ദെൻ ഡയഫ്രം, വോൾട്ട്, ഇത് 3ഉം ബാരിയർ മെത്തേഡിൽ വരുന്നതാണ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, ലാക്ടേഷണൽ അമനോറിയ എന്ന് പറയുന്നത് നാച്ചുറൽ മെത്തേഡിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 കോളം വരയ്ക്കുക. ഒന്നിൽ നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ, രണ്ടാമത്തേതിൽ ബാരിയർ മെത്തേഡ്. എന്നിട്ട് ആ മൂന്നെണ്ണത്തിനായിട്ട് കാറ്റഗറൈസ് ചെയ്ത് എഴുതുക. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ദെൻ ഓറൽ പിൽസ് ആർ യൂസ്ഡ് ബൈ ഫീമെയിൽസ് ഇൻ പ്രിവെൻറ്റിംഗ് കോൺസെപ്ഷൻ. വിച്ച് ഹോർമോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒന്നുകിൽ പ്രൊജസ്ട്രോജൻ അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോജൻ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ അത് രണ്ടുമാണ് ഹോർമോൺസ്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്റ്റുകൾ കുറവാണ് എന്നുള്ളതും, കൂടാതെ അതിൻ്റെ ഇഫക്റ്റ് അത് നമുക്ക് കുറച്ചുകൂടി വിശ്വസനീയമായ അതൊരു ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ എന്ന് പറയാം. വെരി ലോ സൈഡ് എഫക്റ്റും ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂമാണ് ഇതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ട് തന്നെ ഫിമെയിൽസ് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് കൂടിയാണ് ഈ പറയുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ലെസ് സൈഡ് എഫക്റ്റും ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ ആണ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി എ നോൺ സ്റ്റിറോയിഡ് പിൽ ഡെവലപ്ഡ് ബൈ CDRS, സെൻട്രൽ ഡ്രഗ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഈ പിൽസുകൾ ആദ്യമൊക്കെ വന്നിരുന്നത് സ്റ്റിറോയിഡ് കണ്ടന്റുള്ള പ്രിപ്പറേഷൻസ് ആയതുകൊണ്ട് തന്നെ അതൊരുപാട് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനൊരു പോംവഴിയായിട്ടാണ് ഈ CDRI ഒരു നോൺ സ്റ്റിറോയിഡ് പില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ് എന്നും എന്താണ് അതിൻ്റെ പേര് എന്നുമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ പേരാണ് സഹേലി എന്നുള്ളതാണ്. ഇറ്റ്സ് വൺസ് എ വീക്ക് പില്ലാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആഴ്ചയിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ കഴിക്കുന്ന നോൺ സ്റ്റിറോയിഡ് പ്രിപ്പറേഷനായിട്ടുള്ള പില്ലാണ് സഹേലി. അത് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഈ മെത്തേഡ്സുകൾ ഏതാണ്? ഐഡൻറ്റിഫൈ ദ മെത്തേഡ്സ് A, B ആൻഡ് C. അപ്പോൾ ഈ മെത്തേഡ് നമുക്കിത് ഇംപ്ലാന്റ് ആണ്. ആൻഡ് ദെൻ ഇത് വാസക്ടമിയെ കാണിക്കുന്നു, ഇത് ട്യൂബക്ടമി. അപ്പോൾ ഇംപ്ലാന്റ്സ്, വാസക്ടമി, ട്യൂബക്ടമി. നെയിം ദ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ യൂസ്ഡ് ബിലോ. The male partner withdraw his penis from the vagina just before ejaculation
സോ ആസ് ടു അവോയ്ഡ് ഇൻസെമിനേഷൻ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഏതാണ്? ദറ്റ് ഈസ് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയുന്ന മെത്തേഡാണ് ആദ്യത്തേത്. ദെൻ അടുത്ത അല്ലെങ്കിൽ വിഡ്രോവൽ എന്നും അതിന് പറയുന്നുണ്ട് കേട്ടോ. വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയുന്ന ആസ് ലോങ് ആസ് ദ മദർ ബ്രസ്റ്റ് ഫീഡ് ദ ചൈൽഡ് ഫുള്ളി ചാൻസസ് ഓഫ് കൺസെപ്ഷൻ ആർ ഓൾമോസ്റ്റ് ഇൻ. അതായത് ഇൻറ്റൻസ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറവാണ്. ആ ഒരു മെത്തേഡാണ് ലാക്ടേഷണൽ അമെനോറിയ. ഓക്കെ, ദ കപ്പിൾസ് അവോയ്ഡ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം കോയിറ്റസ് ഫ്രം ഡേ 10 to 17 ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. ആ ഒരു സമയത്ത് കോയിറ്റസിൽ നിന്ന് മാറി നിൽക്കുന്നു. അതെന്താണ് 10 to 17 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ് ഫെർട്ടൈൽ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത്. ചാൻസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആർ മോർ. അപ്പോൾ ആ ഒരു സമയം ഒഴിവാക്കുന്നു. ആ ഒരു രീതിയാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്ന രീതി. അപ്പോൾ അത് മൂന്നും നാച്ചുറൽ മെത്തേഡാണ്. ഒന്ന് ഇപ്പോൾ പീരിയോഡിക് അബ്സ്റ്റിനൻസിലാണ് അത് ഈ ലാസ്റ്റ് വൺ. ആൻഡ് ദിസ് വൺ ഇസ് എ ലാക്ടേഷണൽ അമെനോറിയ ആൻഡ് ദിസ് വൺ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് അല്ലെങ്കിൽ വിഡ്രോവൽ. ഓക്കെ, കമൻറ്റ് ഓൺ IUD. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതിനെ 3ആയി ഡിവൈഡ് ചെയ്ത് കാണിച്ചോളാം. കോപ്പർ റിലീസിങ്, ഹോർമോൺ റിലീസിങ്, നോൺ മെഡിക്കേറ്റഡ്. എന്നിട്ട് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയാണ് അവിടെ കാണിക്കേണ്ടത് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ ദി മെയിൽ. അതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നിരോധ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പോപ്പുലർ ബ്രാൻഡ് ഓഫ് കോണ്ടം ഫോർ മെയിൽ ഇസ് നിരോധ്. ഓക്കെ, അപ്പം അത്രയാണ് ആ ഒരു ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അടുത്ത നമ്മുടെ ഫോക്കസ് ഏരിയയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ ഇവിടുന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കുള്ളൂ. എന്താണ് MTP, എന്തിനാണ് MTP, അല്ലെങ്കിൽ എന്തുകൊണ്ട് MTP. അപ്പോൾ MTP എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് തന്നെയാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതായത് അതിൻ്റെ ഫുൾ ടേം എത്തുന്നതിന് മുൻപ് നമ്മൾ വോളണ്ടറി ആയിട്ട് ആ പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, ദറ്റ് ഇസ് എ വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. ആ ടേം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് അത് ടെർമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ വാട്ട് ഈസ് MTP എന്തെന്ന് മനസ്സിലായല്ലോ. വൈ MTP ഈസ് പെർഫോമിങ്, വാട്ട് ഈസ് ഇറ്റ്സ് മിസ്യൂസ്. അപ്പോൾ ഇതുപോലെ നമുക്കറിയാം ബാൻഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെയും പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഫീമെയിൽ ഫീറ്റസിനെ അതിന് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. അതാണ് ഇതിൻ്റെ മിസ്യൂസ്. ഇനി എപ്പോഴാണ് ഇത് ലീഗലി ഒരു ഡോക്ടർക്ക് ഇത് ചെയ്യാൻ പറ്റുക, ചെയ്ത് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് അനുവദനീയമായ കേസുകൾ എപ്പോഴൊക്കെയാണ് എന്നുള്ള ഒരു 4-5 കണ്ടീഷൻസ് നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട്. വൈ MTP ഈസ് പെർഫോമിംഗ് എന്നുള്ളതിൽ. അതായത് ഒരു റേപ്പിൻ്റെ ഫലമായി ഉണ്ടാകുന്നൊരു പ്രഗ്നൻസി, അതല്ലെങ്കിൽ ആ പ്രഗ്നൻസി തുടരുന്നത് അമ്മയ്ക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അമ്മയുടെ മരണത്തിന് കാരണമാകാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അത് ഡേഞ്ചറസ് ആണ്. ആ പ്രഗ്നൻസി തുടരുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നമുള്ള കേസുകളാണെങ്കിൽ, കുഞ്ഞിന് സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്, അത്തരം ഒരു കുട്ടി ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ കേസുകളിൽ മാത്രമാണ് MTP അലൗഡ്. അതും നിങ്ങളോട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. വൈ MTP എന്ന് പറഞ്ഞാലാണ് ടു ഗെറ്റ് റിഡ് ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഐദർ ഡ്യൂ ടു ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ ഫെയിലുവർ കൊണ്ട്, അല്ലെങ്കിൽ ഒരു റേപ്പിൻ്റെ ഫലമായിട്ട്, ദെൻ മദറിനോ അല്ലെങ്കിൽ ഫീറ്റസിനോ അത് ഹാംഫുൾ ആയിരിക്കുകയാണ് പ്രഗ്നൻസി തുടർന്നു കൊണ്ട് പോകുന്നത്, കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അത്തരം കേസുകളിൽ മാത്രമാണ് MTP അനുവദനീയമായിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൺ കപ്പിൾ കെയിം ടു നോ ദാറ്റ് ദേ ഹാവ് എ ഗേൾ ചൈൽഡ് ഡ്യൂറിംഗ് ദ 4th month ഓഫ് പ്രഗ്നൻസി ആൻഡ് ദേ ഡിസൈഡഡ് ടു ഡു MTP. വാട്ട് ഈസ് MTP നമ്മൾ പറഞ്ഞു. അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി MTP റിലേറ്റീവ്ലി സേഫ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഇവിടെ നോക്കൂ, നിങ്ങൾ 4th month അതിനെ MTP ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ MTP എപ്പോഴും ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈംസ്റ്റർ. ഈ പ്രഗ്നൻസിയെ നമ്മൾ 3 ട്രൈംസ്റ്ററായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 1st, 2nd and 3rd. ആദ്യത്തെ 3 മാസങ്ങളാണ് ഫസ്റ്റ് ട്രൈംസ്റ്റർ, ദെൻ 2nd 6 മാസം വരെ, ദെൻ 3rd 9th month വരെ. അപ്പോൾ അതിൽ ഫസ്റ്റ് ട്രൈംസ്റ്റർ ദാറ്റ് ഈസ് അപ് ടു 3rd month. ആ 3rd month അകത്താണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ചെയ്യുന്ന MTPകൾ ഹൈലി ഡേഞ്ചറസ് ആണ്. ഇറ്റ് ഈസ് ഫേറ്റൽ, മരണത്തിന് വരെ കാരണമാകാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ MTP എന്താണ്, എന്തിനാണ്, എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നു, ഏത് സ്റ്റേജ് വരെയാണ് അത് സേഫ്. ഇത്രയാണ് നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ. അടുത്ത ഏരിയയാണ്
സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. പുതിയ ബുക്സിലൊക്കെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നുള്ള പേരിലും ഇത് കാണാം. സോ നിങ്ങളുടെ എക്സാമിന് STDs എന്നാണ് എക്സ്പാൻഡ് ചെയ്ത് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ STDs എന്നാണെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നും STIs എന്നാണെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് എന്നുമാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ. STDs present a major concern in both industrialization and developing countries. വാട്ട് യു മീൻ ബൈ STD നമ്മൾ പറഞ്ഞു. നെയിം ടു STD. നമുക്ക് STDകൾ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഗൊണേറിയ, സിഫിലിസ്, ക്ലാമിഡിയാസിസ്, ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് നിങ്ങളുടെ ബുക്കിലുണ്ട്. ഏതെങ്കിലും 2 എഴുതാം. അതുപോലെ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല കേട്ടോ. സജസ്റ്റ് 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ്. നമുക്ക് എങ്ങനെ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ എന്തൊക്കെ എഴുതാം? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, യൂസ് ഓഫ് കോണ്ടംസ്, ആൻഡ് ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് നമ്മൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അൺഹൈജീനിക് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസ് ഒഴിവാക്കുക, അൺനോൺ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒഴിവാക്കുക, ദെൻ കോണ്ടംസ് യൂസ് ചെയ്യുക. ഇതെല്ലാം അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട് പറയുന്നതാണ്. ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് STD. എന്താണ് എക്സ്പാൻഡ് ചെയ്യാനും എക്സാമ്പിൾ എഴുതാനും അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഓക്കെ, കണ്ടോ? STI ആക്കിയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളത് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നോക്കിയിട്ട് എഴുതുക കേട്ടോ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന മാർക്ക് വെറുതെ പോകും. അടുത്ത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്നുള്ളത്. ഓക്കെ, ഇൻഫെർട്ടിലിറ്റിയിൽ വരുന്നത് ഇതും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഒന്നാമതായിട്ട് പറയുന്ന ഈ ഒരു ടേം തന്നെ ARTയെ എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ഇവിടെ പഠിക്കേണ്ടത്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അതായത് ഇൻഫെർട്ടൈലായ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കേസുകളിൽ ഒരു പ്രഗ്നൻസി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെക്നിക്സ് ആണ് അല്ലെങ്കിൽ ടെക്നോളജീസ് ആണ് അതിൽ വരുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണങ്ങൾ പലതാവാം. അപ്പോൾ ആ കാരണങ്ങളെ കണ്ടെത്തിയിട്ടാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. സെലക്ട് ദ ART ദാറ്റ് യൂസസ് ആൻ ഏർലി എംബ്രിയോ വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ്. അപ്പോൾ ARTയിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കായിട്ട് നമ്മൾ IVF പഠിക്കുന്നുണ്ട്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്തിട്ട് ET പറഞ്ഞിരുന്നു, എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ അതിൽ 2 രീതിയിൽ പറഞ്ഞിരുന്നു. അതായത് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ അതിനെ നേരെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള കേസുകളാണെങ്കിൽ അത് നേരെ യൂട്രസിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏർലി എംബ്രിയോ വിത്ത് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെന്താണ് പറയുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് സ്വിഫ്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എപ്പോഴും ചോദിക്കുന്നത് ഒന്നുകിൽ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും. അതിന് പകരം നമുക്ക് അതിൽ കൂടുതൽ ബ്ലാസ്റ്റോമിയേഴ്സ് ആണെങ്കിൽ അതിനെ എങ്ങോട്ടാണ്? യൂട്രസിലേക്കാണ് വിടുക. അപ്പോഴാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം A ആണ്, സ്വിഫ്റ്റ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, the treatment facility advertised on the brochure of a private clinic is shown below. ഇതൊരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Can you suggest what type of clinic is? എന്ത് തരം ക്ലിനിക്കാണ്? ഒരു ക്ലിനിക്കിൻ്റെ മുന്നിലുള്ള ബ്രോഷറിൽ ഈ പേരുകളൊക്കെ കാണാനുണ്ട്, സ്വിഫ്റ്റ്, ഗിഫ്റ്റ്, AI എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ അത് ഏത് തരം ക്ലിനിക്കാണ് എന്നാണ് നമുക്കതിനെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് എന്നാണ് അത്തരം ക്ലിനിക്കുകൾക്ക് പറയുന്ന പേര്, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. ഓക്കെ, മേക്ക് എ ബ്രീഫ് നോട്ട് ഓൺ എനി 3 ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ. ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിനെ കുറിച്ചിട്ട് ബ്രീഫ് നോട്ട് എഴുതാൻ. അതെന്താണെന്ന് മാത്രമേ നിങ്ങൾ എഴുതിട്ടു. ഇപ്പോൾ സ്വിഫ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗിഫ്റ്റ് ആണെങ്കിലോ അവിടെ ഗ്യാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്, ഒരു ഫീമെയിൽസിൽ ചെയ്യുന്നതാണ്. അവിടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മറ്റൊരു ഫീമെയിലിൽ നിന്ന് ഓവത്തിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഗിഫ്റ്റ്. AI എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാണ്. സ്പേം കൗണ്ട് കുറവോ ഇൻസെമിനേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത മെയിൽസിൽ ഡയറക്റ്റ് ആയിട്ട് യൂട്രസിലേക്കോ വജൈനയിലേക്കോ സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. IVF എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതാണ്, ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദി ബോഡി
ഇൻ ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ് ആസ് ദാറ്റ് ഇൻ ദ ബോഡി. അതായത് അകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ ആ ഫെർട്ടിലൈസേഷനെ ശരീരത്തിന് പുറത്ത് വെച്ചിട്ട്, ആ പ്രത്യേകത എന്താണ്, ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ് ടു ദാറ്റ് ഓഫ് ദി ബോഡി, ബോഡിക്കകത്തുള്ള പോലെയുള്ള ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുകയാണ് അവിടെ IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കേട്ടോ. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഏതെങ്കിലും 3 എണ്ണം നിങ്ങൾ എന്താണെന്ന് എഴുതിയാൽ മതി. Okay, third one. From an infertility clinic, a doctor advised a childless couple to undergo GIFT, expand GIFT, gamete intra-fallopian transfer. Mention the steps involved in this procedure. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന, അയ്യോ എന്ത് സ്റ്റെപ്പ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ ബുക്കിലെന്ന് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇത് ആർക്കാ ചെയ്യുക, ഒരു ഇത് നമ്മൾ ഫിമെയിൽസിൽ ചെയ്യുന്ന മെത്തേഡാണ്. ആ ഫിമെയിലിന് ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, ബട്ട് ഷീ ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫീറ്റസ്. അതായത് അവിടെ ഓവം പ്രൊഡക്ഷന് മാത്രമേ പ്രശ്നമുള്ളൂ, പക്ഷെ എന്ത് ചെയ്യാം, ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനോ അതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിനോ ഒന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ ഓവത്തിൻ്റെ ഫോർമേഷനാണ് അവിടെ നടക്കാത്തത്. അങ്ങനെയുള്ള കേസുകളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഗിഫ്റ്റ്. അപ്പോൾ സ്റ്റെപ്പ് ചോദിക്കുമ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്, ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദി ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫിമെയിൽ. ഒരു ഫിമെയിലിൽ നിന്നും കളക്ട് ചെയ്ത ഓവത്തിനെ വേറൊരു ഫിമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതാണ് മെത്തേഡ്. Some techniques commonly used for infertility treatment are given below. Read them carefully and answer the question. Which of the above technique is used for the collection of sperm from the husband or healthy donor and artificially introduced into the vagina or uterus? ആ മെത്തേഡിന് പറയുന്ന പേരാണ് IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്വിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് നമ്മൾ പറഞ്ഞു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആദ്യം നിങ്ങളത് എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ടത് എന്താണെന്ന് എഴുതുക കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും കുട്ടികൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരുമെന്ന് പറഞ്ഞാലും അത് ശരിക്കും പഠിക്കാതെ തോന്നിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി എക്സ്പാൻഡ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്യരുത്. ഇതിൽ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ നിർബന്ധമായിട്ട് നിങ്ങളത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സജസ്റ്റ് ദി ART വിച്ച് മേ ബി സക്സസ്ഫുൾ ഇൻ ദി ഫോളോവിങ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞു ART ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് എല്ലാവരുടെയും റീസൺസ് സെയിം ആയിരിക്കില്ല. അപ്പോൾ ആ റീസൺ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് വരിക. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുകയാണ്. ആ കണ്ടീഷൻസിൽ ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. എ ഫീമെയിൽ cannot produce an ovum but can provide suitable environment for fertilization and further development. നമ്മൾ പറഞ്ഞു ഗിഫ്റ്റാണ് അവിടെ ഉപയോഗിക്കേണ്ട ടെക്നിക്ക് കേട്ടോ. മെയിൽ പാർട്ണർ ഈസ് അൺഎബിൾ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ ഓർ ഹാസ് എ വെരി പുവർ സ്പേം കൗണ്ട്. അവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനാണ് യൂസ് ചെയ്യേണ്ട മെത്തേഡ്. ഫീമെയിൽ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ് ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ ഡസ് നോട്ട് ഒക്കർ വിത്തിൻ ദി ബോഡി. അകത്ത് വെച്ചിട്ട് അത് നടക്കാൻ പ്രശ്നമുള്ള ആളുകൾക്കാണ് IVF എന്നുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗിഫ്റ്റാണ്, ഇത് AI ആണ്, ആൻഡ് ദിസ് വൺ ഈസ് IVF. സജസ്റ്റ് എനി 3 മെത്തേഡ് ടു അസിസ്റ്റ് ഇൻഫെർട്ടൈൽ കപ്പിൾ ടു ഹാവ് ചിൽഡ്രൻ. ഇങ്ങനെ ജനറലായിട്ട് ചോദ്യം ചോദിക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 മെത്തേഡ്സ് എഴുതുക, അതെന്താണെന്ന് എഴുതാൻ ചെയ്യാം കേട്ടോ. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്വിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ്, AI ആൻഡ് IUI. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ദെൻ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഓഫ് 2 കപ്പിൾസ് ഹാവിങ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇത് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്? ദ വിമൺ കാനോട്ട് പ്രൊഡ്യൂസ് ഓവം, അപ്പോൾ ഏതാണ്? ഗിഫ്റ്റാണ്. ദ മേൻ ഹാസ് വെരി ലോ സ്പേം കൗണ്ട്, നമ്മൾ പറഞ്ഞ തന്നെയാണ് AI. അപ്പം അതെന്താണെന്നും അത് എക്സ്പാൻഡ് ചെയ്യാനുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനിയും ഈ ചാപ്റ്ററിൽ STI, അത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചില്ല എന്നുള്ളൂ. MMR, IMR, STI തുടങ്ങിയിട്ടുള്ള ആ എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിത് പഠിക്കുക. ഒരു 2 മാർക്കുകൾ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് തന്നെ കിട്ടും. IVF, ICSI, ഗിഫ്റ്റ് ഇത് ചോദിക്കാം. അതുപോലെ ഒരു ഡയറക്റ്റായിട്ട് എഗ്ഗിലേക്ക് സ്പേം ഇഞ്ചക്ട് ചെയ്യുന്ന രീതിയാണ് ICSI എന്ന് പറയുന്നത്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ET എന്ന് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. ദെൻ PID എന്ന് പറഞ്ഞാൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേംസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ART മെത്തേഡ്സുകളൊന്നും
പിന്നെ ഒന്നും സക്സസ് ആയില്ല, അതെല്ലാം ഫെയിലുവറായി, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല, അങ്ങനത്തെ കേസുകളിൽ കപ്പിൾസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ അത് അഡോപ്ഷനാണ്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക എന്നുള്ളതാണ്. അതും ഒരു 2 സെൻറ്റൻസ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, ഈ മെത്തേഡ്സുകളൊന്നും പോസിബിൾ അല്ലാത്തവർക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ ഇതാക്കാമെന്ന് ചോദിച്ചാൽ അവിടെയാണ് അഡോപ്ഷൻ, ദത്തെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമുക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക, ചാപ്റ്റർ പഠിക്കുക, എന്നിട്ടിത് സ്വയം ഒന്ന് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും മോഡൽ എക്സാം എഴുതുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഞാൻ എക്സാമിന് മുന്നേ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും മാക്സിമം